വെൽക്കം ടു രജാൻസ്. നമുക്ക് ചുരിദാറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് കളർ ആട്ടോ. ഇത് സെമി സിൽക്കിന്റെ ഫാബ്രിക് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് നെക്ക് പോർഷനിലെ ഡിസൈൻ ആണ് എടുത്ത് പറയേണ്ടത്. ഈ ഒരു കുഞ്ഞായിട്ട് നമ്മുടെ നോർമൽ ഫ്ലവർ ഡിസൈൻ ആണ്, പക്ഷെ ബുള്ളിയൻ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഒരു ടൈപ്പ് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും ബുള്ളിയൻ ഫ്ലവേഴ്സിന്റെ അത്ര നല്ല തിക്കായിട്ടുള്ള വർക്ക് പോലെ തോന്നിക്കും. പക്ഷെ ഇച്ചിരി കട്ടി കുറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാൽ തീരെ കട്ടി കുറഞ്ഞല്ല, നല്ല രസമുള്ള ഒരു ഡിസൈനാണ്. ശരിക്കും കൂടിയതിന്റെ അതേ ലുക്ക് തന്നെ തോന്നിക്കും. പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നല്ല റീസണബിൾ ആട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു വർക്ക് സാധാരണ ബുള്ളിയൻ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1500 മേളിൽ വരും. അപ്പൊ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് ആ ഒരു ഭംഗിയുണ്ട്, പക്ഷെ അത്രയും ഹെവി ആയിട്ടല്ല ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു ഭംഗി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയാണെങ്കിലും ഗഡോൾ ദുപ്പട്ടയാണ്. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ, റഫായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മെറ്റീരിയൽ വാഷ് ചെയ്ത് വാഷിംഗ് മെഷീൻ ഇട്ട് വേണമെങ്കിലും അലക്കാം. കാരണം ബീറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ത്രെഡിന്റെ വർക്കാണ്. ഫ്രണ്ടിലത്തെ ഡിസൈൻ ആട്ടോ മെയിൻ ആയിട്ട് കാണാൻ നല്ല ഭംഗി. കാരണം ആ ഒരു പീച്ചിന്റെ കൂടെ കുഞ്ഞായിട്ട് ചെറിയൊരു മെറൂൺ കോമ്പിനേഷനിൽ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്പർ N436, റേറ്റ് 850 രൂപ മാത്രമേ. 850. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ. സെയിം തന്നെ വർക്ക്, നല്ല രസമുണ്ട് ഈ വർക്ക് കാണാനായിട്ട്. ഒരു വൈഡ് വി ആയിട്ടാണ് ഇതിന്റെ നെക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ തയ്ക്കാം കേട്ടോ. വീനക്ക് വെട്ടിയാലും കുഴപ്പമില്ല, അല്ലാത്താണെങ്കിലും ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെക്കുക, അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെക്കിന്റെ ഭംഗി പോകാതെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തി ആയിട്ട് ഗഡ്വാൾ ദുപ്പട്ടയാണ്. ബോട്ടം എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ബോട്ടം ചിലത് ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാത്തിനും ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ സാറ്റിൻ സിൽക്കിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വാഷ് ചെയ്യാൻ ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമ്പർ N435, റേറ്റ് 850. അടുത്തൊരു ലൈറ്റ് ബ്ലൂവിന്റെ ഷെയ്ഡാട്ടോ. ഒരു ഡസ്റ്റി ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ. കുറച്ചൊരു ലൈറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും കുറച്ച് ഡാർക്ക് ആട്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ഈ ഒരു മെറ്റീരിയൽ ഡിഫറൻറ്റ് കൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം തോന്നിക്കുന്നത്. കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ഗഡോൾ ദുപ്പട്ടയാ കേട്ടോ. സിമ്പിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഫ്രണ്ടിലത്തെ ഡിസൈൻ വരുന്നത്. അകത്തോട്ട് മൊത്തത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള വർക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ നമ്പർ വരുന്നത് N434, റേറ്റ് 850. ഫസ്റ്റ് കളർ വരുന്നത് ഒരു ടൈപ്പ് ഓഫ് യെല്ലോ എന്ന് പറയാം. ഭയങ്കര യെല്ലോ അല്ല, ബ്രൗണിഷ് യെല്ലോ ആണ് കളർ വരുന്നത്. കുറച്ച് ഡാർക്ക് ടോണിലുള്ള ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ത്രെഡ് വർക്ക് വരുന്നത്. നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ എല്ലാം. നല്ല ലെങ്ത്തും ഉണ്ട്. 850 നല്ല ഐറ്റം തന്നെയാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. റഫ്യൂസിന് വേണ്ടി വരുന്ന ഐറ്റം ആണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ N433, റേറ്റ് 850.